അണ്ണ അണ്ണൻ ആരാ എവിടെന്നാ എന്ത് വേണം എന്താ കാര്യം? ലാഫർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവിടെ ഒന്ന് വിളിക്കണം. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണം? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നു. പോക്കിത്തരം പറയുന്നുണ്ടോ? കാണിക്കല്ലേ വല്ലവന്റെ ഭാര്യ ഒളിച്ച് താമസിക്കുന്നുണ്ടോ പോക്കിത്തരം? ഇവിടുത്തെ കൊച്ചുമാലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. ഓടി വന്നേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അതല്ല അച്ഛന്റെ കുഴപ്പം. താൻ വലിയ ക്ലോസും സ്ഥലം നടത്തണ്ട. മര്യാദ ഭാര്യ കൊണ്ടുപോയി താൻ ആരോടാ ഉറക്കാൻ നിൽക്കുന്ന ഡാഡി പറഞ്ഞ ശരിയാണ്. കണ്ടാലറിയാൻ ചിത്രയാണെന്ന് അവള് വരട്ടെ, അവള് വരട്ടെ. ദ്രോഹി, വഞ്ചകി, ചതിച്ചി, ഞാൻ ആരാണ് അറിയില്ലല്ലേ? സൂക്ഷിച്ചു നോക്കും. കോട്ടയം സെന്റ് മേരീസ് പള്ളി 1990 ജനുവരി 9 മാതാവിന്റെ സാക്ഷ്യത്തിൽ നിന്നെ താലി കിട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാഭത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നില്ല? നിന്റെ ചാന്തിനും കുട്ടിനും ക്യൂട്ടക്സിനും പോലും എന്നെ ശമ്പളം തരില്ലെന്ന് പറഞ്ഞ് നീ മുന്നോട്ട് അറിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാൾ പ്രത്യേകിച്ച് ആ പൂവപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിലക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്റെ കുഞ്ഞിനെ തേടി സോറി നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ എത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്തോക്ക് നീ ചോദിക്കുന്ന എന്റെ നീതി ശിക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് മാത്രമാണ്. നമ്മുടെ കുഞ്ഞ് ഒന്ന് കാണാനായിട്ട് ഓടി വന്നു. പ്ലീസ് പ്ലീസ്. ശരിക്കും ഇയാൾ അറിയാം കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠനായിരുന്നു അല്ലേ? അത് ചേട്ടൻ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതകറി ലാഭമായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ? നിങ്ങൾ കല്യാണം കഴിച്ചത് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. മതി മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടെ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഒരാളെ മനസ്സമാനത്തോടെ ഒരാളും സമ്മതിക്കില്ല. ഇതെന്താണ്? ഇത് ഞാൻ അടുക്കള ഹെൽപ്പിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയത് ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കട്ടിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പ സമയം ആദ്യം ആലോചിച്ച് നോക്ക്. പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ കളിക്കും. നീ സുഖമായി ജീവിച്ചു. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേന അല്ല സ്വന്തം ജോയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ജോല എ പോസിറ്റീവ് ആണ്. ഇമോഷണലായി സംസാരിക്കുന്നതിന് തമാശ പറയുന്നത് നോക്കിയാൽ മതി. കുടുംബത്തിൽ നിലവുണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണോ കാര്യം? സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ താനൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തത്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛനെ ഇങ്ങനെ ഗതിയിൽ വരുത്തരുത് ഗുരുവായൂർ. അതായത് കർത്താവട്ടെ അണ്ണാന്ന് വിളിച്ച ആണ്ട് വേറെ വിളിക്കരുത്. അപ്പൊ പേര് വന്ന കുഞ്ഞിന് തരും. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ മറ്റേ പേര് വെച്ചു. എന്താ കൊള്ളില്ല പേര്? നിങ്ങളോട് ചോദിച്ച ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു പേരുകൂടാ. ഇതൂടെ നേരമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീരാമൻ എന്നായിരുന്നു. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ഇവിടെ വന്നിട്ടുള്ളത് ജീവിച്ചല്ലോ. എനിക്കറിയാമല്ലോ എന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നല്ലേ. ഇവിടെ തീരെ നിൽക്കുമ്പോൾ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരെപ്പോ എനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത സാധനം
സ്ഥലത്തുകൊണ്ട് ഇവന്റെ വായിക്കാത്ത പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് എസ് ഐയോടിക്ക് വരാൻ പറ. ഇവനെ ഞാൻ ശരിയാണ്. ഇവിടെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറ, കുഞ്ഞിന്റെ പേര് എന്താ പറയാ? കുഞ്ഞിന്റെ പേരുള്ള കുഞ്ഞിനെ താമസം തന്നെ വിട്ടുതരാം. പറയടാ, നിന്റെ പേര് മല 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 മലയല്ല, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ കൊല്ലാനല്ലേ ആ കുന്ന് കഴിഞ്ഞു മല കഴിഞ്ഞു. അങ്ങനെ നീ പറയാൻ പറ്റിക്കണ്ട. അവനെ മുഴുവൻ പറയണമായിരുന്നു. എന്ത് വേണം? ആര് വേണം? നീ പറയാമായിരുന്നു. കൊച്ചിന്റെ വന്നേ കട്ടിലേക്ക് നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേര് പറയണമായിരുന്നു. അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ